അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ വീണ്ടും താളം തെറ്റിയിരിക്കുകയാണ്. ആണവ കരാറിനെക്കുറിച്ചുള്ള അഭിപ്രായ ഭിന്നതകളും സാഹചര്യങ്ങൾ കൂടുതൽ സംഘർഷഭരിതമാക്കിയിരിക്കുന്നു. ഇതോടൊപ്പം വലിയൊരു പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാൻ. ഇനിയും ലോകം കണ്ടിട്ടില്ലാത്ത, ശത്രുക്കൾ വളരെയധികം ഭയപ്പെടുന്ന പുതിയ ഒരായുധം ഇറാൻ പുറത്തെടുക്കാൻ പോകുന്നു. എന്താണ് ആ ആയുധം? ഹൈപ്പർസോണിക് മിസൈലുകളോ കൂടുതൽ നൂതനമായ ഡ്രോൺ സാങ്കേതിക വിദ്യകളോ? പശ്ചിമേഷ്യയിൽ ഇനി എന്താണ് സംഭവിക്കുക? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. യുഎസുമായുള്ള സമാധാന ചർച്ചകൾ തടസ്സപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇറാന്റെ നേവി കമാൻഡർ ഷഹ്റാം ഇറാനിയുടെ പ്രസ്താവനകളാണ് ആശങ്ക ഉയർത്തിയിരിക്കുന്നത്. ശത്രുക്കൾക്ക് വലിയ നാശം വരുത്താൻ കഴിയുന്ന ഒരു രഹസ്യായുധം ഉടൻ വിന്യസിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഈ ആയുധം അമേരിക്കയ്ക്ക് സമീപം സ്ഥാപിച്ചിട്ടുണ്ടെന്നും അത് തിരിച്ചുപിടിക്കാനാകാത്ത രീതിയിൽ നാശം വിധിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഒരു പുതിയ ആയുധം അവതരിപ്പിക്കും. ശത്രുക്കളെ അവരുടെ തൊട്ടടുത്തു തന്നെ പുതിയ ആയുധം കൊണ്ട് നേരിടും. അവർക്ക് ഹൃദയാഘാതം സംഭവിക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഷഹ്റാം ഇറാനി പരിഹസിച്ചു. വെടിനിർത്തൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഹോർമുസ് കടലിടുക്ക് തുറക്കൽ, നാവിക ഉപരോധം, ആണവ ചർച്ചകൾ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇറാന്റെ ഈ പരിഹാസത്തോടെയുള്ള ഭീഷണി പടിഞ്ഞാറൻ രാജ്യങ്ങളെ, പ്രത്യേകിച്ച് യുഎസിനെയും അവരുടെ സഖ്യകക്ഷികളെയും ആശങ്കപ്പെടുത്തുന്നതായാണ് റിപ്പോർട്ടുകൾ. പുതിയ ആയുധം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഇറാന്റെ സൈനിക ശേഷിയെക്കുറിച്ച് ലോകമെമ്പാടും ചർച്ചകളും സംശയങ്ങളും ഉയർന്നിട്ടുണ്ട്. ഇറാൻ കഴിഞ്ഞ മാസങ്ങളായി തങ്ങളുടെ മിസൈൽ, ഡ്രോൺ ശേഷി ഗണ്യമായി ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധത്തിൽ സെജിൽ, ഖൊറം ഷഹർ 4, ഹാസ് ഖാസിം തുടങ്ങിയ അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകൾ അവർ ഉപയോഗിച്ചു. കൂടാതെ പാവെ പോലുള്ള ദീർഘദൂര ക്രൂയിസ് മിസൈലുകൾ ഹിസ്ബുള്ളയ്ക്ക് കൈമാറിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ വികസിപ്പിച്ച പുതിയ ആയുധം അത്യാധുനികമായ ഒരു ഡ്രോണോ, അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലോ അല്ലെങ്കിൽ നാവികസേന ഉപയോഗിക്കുന്ന പുതിയ സാങ്കേതിക വിദ്യയോ ആകാമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ശത്രുവിന്റെ തൊട്ടടുത്തു എന്ന് ഇറാൻ സൂചിപ്പിച്ചത് ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ നാവികസേനയുടെ കപ്പലുകൾക്കോ സൈനിക താവളങ്ങൾക്കോ നേരെയുള്ള ഭീഷണിയാണെന്നും കരുതപ്പെടുന്നു. ഇറാന്റെ ഈ ഭീഷണികൾ ഒരുപക്ഷെ വെറും അവകാശവാദങ്ങളോ പ്രചാരണമോ ആകാം. എന്നാൽ യുദ്ധസമയത്ത് അവർ പ്രകടിപ്പിച്ച മിസൈൽ ശേഷി അവഗണിക്കാനാകാത്ത ഒരു യാഥാർത്ഥ്യമാണ്. യുഎസ് ഇസ്രായേൽ സഖ്യം ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങളിലും ആയുധശാലകളിലും കനത്ത ആക്രമണങ്ങൾ നടത്തിയിട്ടും ഡ്രോൺ, മിസൈൽ ആക്രമണങ്ങൾ തുടരാൻ ഇറാന് കഴിഞ്ഞത് ഇതിന് തെളിവാണ്. കയ്യിൽ കൊണ്ടു നടക്കാവുന്ന മാൻപാഡ്സ് എന്ന ചെറിയ മിസൈലുകളെ കുറിച്ചും ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരു സൈനികന് സ്വന്തം ചുമലിൽ വെച്ച് വിമാനങ്ങൾക്കും ഹെലികോപ്റ്ററുകൾക്കും നേരെ ഇത് തൊടുത്തുവിടാം. ഏകദേശം 50,000 മുതൽ $1.5 ലക്ഷം വരെയാണ് ഇതിന്റെ വില. 15,000 അടി വരെ ഉയരത്തിൽ പറക്കുന്ന വിമാനങ്ങളെയും ഏകദേശം 5 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ലക്ഷ്യങ്ങളെയും ഇവ തകർക്കും. വലിപ്പം കുറവായതിനാലും എവിടെ വേണമെങ്കിലും ഒളിപ്പിച്ചു വെച്ച് പെട്ടെന്ന് നീക്കം ചെയ്യാവുന്നതിനാലും റഡാറുകൾ ഉപയോഗിച്ച് ഇവ കണ്ടെത്തുക അസാധ്യമാണ്. അത്യാധുനിക യുദ്ധവിമാനങ്ങളുള്ള വലിയ സൈന്യങ്ങൾക്ക് പോലും വലിയ വെല്ലുവിളിയാണ് ഈ ചെറിയ മിസൈലുകൾ. ഇറാൻ ഇത്തരത്തിലുള്ള 1000-ലധികം ആയുധങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാണ് വിവരം. ചൈനയുമായുള്ള ഇടനിലക്കാർ വഴി ഇറാൻ ഈ ആയുധങ്ങൾ കൈക്കലാക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. കുറഞ്ഞ ചെലവിൽ വില കൂടിയ വിമാനങ്ങളെ പോലും തകർക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇവ ഉപയോഗിക്കുന്നത്. വലിയ സൈനിക ശക്തികളുടെ പക്കലുള്ള വില കൂടിയ സാങ്കേതിക വിദ്യയെ കുറഞ്ഞ ചെലവിലുള്ള ആയുധങ്ങൾ കൊണ്ട് പ്രതിരോധിക്കുന്ന ഈ രീതി ശത്രു രാജ്യങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയും വെല്ലുവിളിയും ഉണ്ടാക്കുന്നതാണ്. ഇതോടൊപ്പം ഇറാൻ തങ്ങളുടെ മിസൈൽ പദ്ധതികളും അതിവേഗം വികസിപ്പിക്കുന്നുണ്ട്. സെജിൽ, ഖൊറം ഷഹർ, ഇമാദ് തുടങ്ങിയ മിസൈലുകൾക്ക് 2500 മുതൽ 3000 കിലോമീറ്റർ വരെ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുണ്ട്. ഇറാൻ ഔദ്യോഗികമായി പറയുന്നതിനേക്കാൾ വലിയ പ്രഹരശേഷിയും ദൂരപരിധിയും ഈ മിസൈലുകൾക്ക് ഉണ്ടായേക്കാമെന്ന് നിരീക്ഷകർ കരുതുന്നു. നിലവിൽ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിന് പകരം ശക്തമായ മിസൈൽ സംവിധാനങ്ങൾ വികസിപ്പിച്ച് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയാണ് ഇറാന്റെ തന്ത്രമെന്ന് വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇറാൻ ഇതുവരെ തങ്ങളുടെ പക്കൽ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ഇറാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ദൂരപരിധി കൂടിയ മിസൈലുകൾ നിർമ്മിക്കാനും ഉപയോഗിക്കാമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അടുത്തിടെ നടന്ന സംഘർഷങ്ങളിൽ 500-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്.
ചില പുതിയ മിസൈൽ സംവിധാനങ്ങൾ റഡാറിൽ കണ്ടെത്താനാകാത്ത രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ടാകാമെന്നും പറയുന്നു. ഇത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇറാന്റെ ഏറ്റവും പുതിയ നിർദ്ദേശം നിരസിച്ചതോടെ പ്രതിസന്ധി അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഏറെക്കുറെ നിലച്ചിരിക്കുകയാണ്. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതോടെ വാക്കിന് പകരം ആയുധം സംസാരിക്കട്ടെ എന്ന നിലപാടിലാണ് ഇറാൻ ഭരണകൂടം. ആ പുതിയ ആയുധം പുറത്തെടുക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നത് വരും നാളുകളിൽ അറിയാം.